ഇത് ആ ഉടമ്പടിയിലെ മിനിമം പ്രോഗ്രാമേ പറയുന്നുള്ളൂ. എന്താണ്? ഇതാണ് എൻ്റെ കൽപ്പന, ഇതാണ് എൻ്റെ ഉടമ്പടി. എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഇപ്പം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് പറഞ്ഞാൽ ലവ് അറ്റ് ദ ലെവൽ ഓഫ് ദി ക്രോസ് ആണ്. ഇതാണ് വിഷയം. നമുക്ക് അവൻ്റെ അകത്തൊന്നും നമ്മളുടെ ഒരു നോംസിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു നോംസിൽ സ്നേഹിക്കാൻ പറ്റത്തില്ല. നമുക്കറിയാവുന്നത് നമ്മുടെ ഒരു നോംസാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് പറഞ്ഞാൽ നമ്മളെ സഹായിച്ചാൽ നമ്മളെ സഹായിക്കൊക്കെ പറഞ്ഞ് പോരാ. രാഷ്ട്രീയ നയങ്ങളൊക്കെ ഉണ്ടാക്കത്തില്ലേ? ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങളും സഹായിക്കുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ദൈവത്തിൻ്റെ അടുത്ത് വരത്തില്ല. കർത്താവ് പറഞ്ഞതിന് ഒരു നോംസ് ഉണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ലവ് അറ്റ് ദ ലെവൽ ഓഫ് ദി ക്രോസ്. ക്രോസിൻ്റെ ഒരു ലെവലുണ്ട്, ക്രിസ്റ്റിൻ്റെ ഒരു ലെവല്. തീകാഞ്ഞുകൊണ്ടിരുന്ന പത്രോസിനോട് ക്ഷമിച്ച്, മുത്തിക്കൊടുത്ത യുദാസിനോട് ക്ഷമിച്ചുകൊണ്ട്, കർണത്തടിച്ച ശതാധിപനോട് ക്ഷമിച്ചുകൊണ്ട്, നെഞ്ചിൽ കുത്തിയ ലോങ്കിനോസിനെ കണ്ണിലേക്ക് രക്തം ഇറ്റുകൊടുത്ത് അവൻ്റെ കണ്ണും തുറന്നുകൊണ്ട് അങ്ങനെ ജീവൻ സമർപ്പിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ആരാധനയിലൂടെ ദൈവത്തിന്റെ ആഴം ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ, നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്റെ മക്കളൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങുമായി ഉടമ്പടി ചെയ്യുമ്പോൾ അങ്ങയുടെ സമർപ്പണ സ്നേഹത്തിന്റെ രീതിയില് എന്റെ ജീവിതം ക്രമീകരിക്കാൻ എന്നെ സഹായിക്കണമേ. ഈശോയോളം സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഈശോയോളം സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. അങ്ങനെ നിരന്തരം ഒന്ന് പ്രാർത്ഥിച്ചാൽ തന്നെ ഉടമ്പടി ബേണാകാൻ തുടങ്ങും. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഈശോയോടും ഈശോയെപ്പോലെ സ്നേഹിക്കാൻ എന്നെ പ്രാപ്തമാക്കണമേ. ഹല്ലേലൂയ. ആഴങ്ങളെ മഹത്വം മഹത്വം ആരാധന ആരാധന. വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണേ നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ഞാൻ നിങ്ങളോട് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞത് എന്തിനാ? അതിൻ്റെ അർത്ഥം ഈശോയെ വായിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈശോയെ വായിക്കുമ്പോൾ ഈശോ ഓരോ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ദൈവസ്നേഹത്തെ കൈമാറിയെന്ന് കാണാം. ആദ്യം പറ്റത്തില്ലായിരിക്കും നിങ്ങൾക്ക്, ചിലപ്പോൾ എനിക്കും പറ്റി കാണത്തില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇങ്ങനെയല്ലല്ലോ ഈശോ ആയിരുന്നെങ്കിൽ ഈ സിറ്റുവേഷനെ ഈശോ ആയിരുന്നു കൈകാര്യം ചെയ്തെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ലല്ലോ കൈകാര്യം ചെയ്യണമെന്ന് ഓർക്കുമ്പോൾ നമുക്ക് പശ്ചാത്താപം ഉണ്ടാകണം. ഈശോയെ പോലെ ജീവിതം പുനഃക്രമീകരിക്കാൻ നോക്കി നമ്മളൊരു നിരന്തര പശ്ചാത്താപത്തിലേക്കാണ് വരണത്. അല്ല കുറച്ച് പാപത്തെക്കുറിച്ച് ദുഃഖം തോന്നി കുമ്പസാരിച്ചു, അത് സാങ്കേതികമായി ഒരു പാപക്ഷമൊക്കെ മേടിച്ചു, അതിൻ്റെ ഭാഗമായി വന്ന് ഈശോയെ സ്വീകരിച്ചു. ഇതിൻ്റെ ഒരു കൗതാശികമായ ഈ നടപടിക്രമത്തിൻ്റെ അപ്പുറത്ത് ഈശോയെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച് ഈശോയുടെ വചനങ്ങൾക്ക് അനുപേക്ഷണമായി ജീവിതം നമ്മൾ പുനഃക്രമീകരിക്കാൻ വേണ്ടിയുള്ളൊരു ത്വര നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ തന്നെ ഉടമ്പടി പെട്ടെന്ന് ബേണാകാൻ തുടങ്ങും. എനിക്ക് തോന്നണത് നിങ്ങൾ ഇപ്പോഴും പലരും ചെയ്യണത് ഉടമ്പടിയുടെ നമ്മുടെ ഈ മനുഷ്യരുടെ ആ ഭാഗത്തു നിന്നാണ് കാര്യങ്ങൾ കൂടുതൽ സെറ്റാക്കാൻ നോക്കണമെന്ന് തോന്നണം. ഉടമ്പടിയുടെ ബി പാർട്ടിലാണ് അതിൻ്റെ മുഴുവൻ ജീവൻ ഇരിക്കുന്നത്. കർത്താവിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ദൈവസ്നേഹത്തെ പ്രതി നമ്മുടെ ജീവിതം ക്രമീകരിക്കാൻ വേണ്ടി
അതുകൊണ്ടാണ് നിങ്ങൾ എത്ര കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാലും ഞാൻ പറയും നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. എൻ്റെ അച്ഛൻ ഞാൻ എങ്ങനെ ചെയ്യാനാ? എൻ്റെ വീട്ടിൽ തന്നെ 3 രോഗികളുണ്ട്, 30 രോഗികളുണ്ടായാലും ഞാൻ പറയും നിങ്ങൾ അതൊക്കെ ശരി, അത് നിങ്ങളുടെ കടമയാണ്, നിങ്ങൾ പുറത്ത് പോയി ശുശ്രൂഷ ചെയ്യണമെന്ന് പറയും. അങ്ങനെ പറയത്തുള്ളൂ. എൻ്റെ വീട്ടിൽ തന്നെ 3 രോഗികളുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ പറയും അതൊക്കെ ശരി, അത് നിങ്ങളുടെ കടമയാണ്. പക്ഷെ നിങ്ങൾ പുറത്ത് പോയി ആശുപത്രിയിൽ പോയി എക്സ്ട്രാ രോഗികളെ കാണണമെന്ന് പറയും. എന്താ കാര്യം? നിങ്ങൾക്ക് അതിനുള്ള സ്നേഹത്തിൻ്റെ കഴിവുണ്ടെങ്കിൽ നിങ്ങൾ പോകും. അപ്പോൾ ദൈവത്തിന് തോന്നും നിങ്ങൾ ട്രൂ ആണെന്ന് തോന്നും, സത്യമാണ്, ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്ന് തോന്നും. എൻ്റെ മക്കളെ, എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉടമ്പടി ഉയർത്തുന്ന വെല്ലുവിളി എന്താണെന്നറിയാവോ? ഉടമ്പടി ഉയർത്തുന്ന വെല്ലുവിളി നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല എന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തെ തെரியപ്പെടുത്തുന്നതാണ് എൻ്റെ വെല്ലുവിളി. മനസ്സിലായോ? നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, സത്യസന്ധമായിട്ടാണ് ഉടമ്പടിയിൽ ദൈവമായിട്ട് കൈ കൊടുത്തിരിക്കണമെന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. നിങ്ങൾ അച്ഛൻ പറയുന്ന ഈ ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ദൈവം ആരാണെന്ന് നിങ്ങൾക്കറിയാവില്ല. ഉടമ്പടിയിൽ ദൈവത്തിനൊരു പഞ്ഞമില്ലാത്ത ഒരു പദ്ധതിയാണ് ഉടമ്പടി പോലെ ഇന്ന് വരെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മാതാവ് ഒരു വ്യക്തിയുടെ ബസ്സിലിരുന്ന് അവളുടെ കൂടെ യാത്ര ചെയ്യുകയാണ്. രാത്രിയും പകലും അല്ലാതെയും എപ്പോഴും ദൈവം കൂടെ സഞ്ചരിക്കുക. അപ്പോൾ ഇതിന് വല്ലാത്ത നമുക്ക് നമ്മുടെ മുമ്പിൽ അതായത് കഴിഞ്ഞ 2000 വർഷങ്ങൾക്കുള്ളിൽ മനുഷ്യരുണ്ടായിട്ടുള്ള ദൈവാനുഭവങ്ങളെക്കാളെല്ലാം കവച്ച് വെക്കുന്ന ദൈവാനുഭവങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും കൃപാസനം കവാടം തുറക്കണത്. ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കാൻ വേണ്ടി നമ്മളെ ഞെട്ടിച്ചുകൊണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ ആർക്കാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ? വെള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വെള്ളിയാണ് കരസ്ഥമാക്കുന്നത്, സ്വർണ്ണം ഇൻവെസ്റ്റ് ചെയ്യുന്നവർ സ്വർണ്ണം കരസ്ഥമാക്കും. അപ്പോൾ ആർക്കാണ് കപ്പാസിറ്റി? ഇതിനിടയ്ക്ക് കുറേ പൊട്ടന്മാരുമുണ്ട്, പൊട്ടികളും വന്നിട്ട് ചുമ്മാ എന്തെങ്കിലും പരീക്ഷ പാസ്സാകാനോ വല്ല വസ്തു വിൽക്കാനോ വന്ന് എന്തെങ്കിലും കാണിച്ചു കൂട്ടി 2-3 പത്രം മേടിച്ച് ഈ വിറവാദം പിടിച്ചവരെ പോയി എവിടെയെങ്കിലും കൊടുത്തിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലിയിരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്ക് അവരെക്കുറിച്ചൊന്നും പറയാനില്ല. അവരെടുത്ത് പോയിക്കോട്ടെ, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അവർ ചെയ്യട്ടെ. പക്ഷേ ഇവിടെ ഉടമ്പടി ആഘോഷിക്കുന്നത് അവരല്ല. ഉടമ്പടി ആഘോഷിക്കുന്നത് ദൈവമായിട്ടാണ് ഞാൻ കൈ കൊടുത്തിരിക്കണമെന്ന് ഈ അൾത്താരെ ചവിട്ടുമ്പോൾ അമ്മ തോണ്ടിക്കൊണ്ട് പറയും, നീ ഞാനുമായിട്ട് ഇടപാട്, അപ്പായുമായിട്ടാണ് ഉടമ്പടി, ഞാനാണ് മധ്യസ്ഥെന്ന് പറയും. എന്ന് പറയുന്നവൻ കരഞ്ഞും കൂവിയും നിലവിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവൻ പോകുമ്പോഴെല്ലാം അവൾ പോകുമ്പോഴെല്ലാം ദൈവം ഒരു നിഴൽ പോലെ അവളുടെ കൂടെ കൂടും. എന്താണ് അത്? ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്ന് ദൈവത്തിന് അറിയാം. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉടമ്പടിയെക്കുറിച്ചുള്ള ആഴമായിട്ടുള്ള ബോധ്യങ്ങൾ നൽകണമേ. നിന്റെ സ്നേഹത്തിൽ നിഴലാക്കണേ, എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൽ നിഴലാക്കണേ. ഉടമ്പടി ഒരു കോൾ ആൻഡ് ചാലഞ്ച്. ദൈവത്തിൻ്റെ പുതിയ കാലത്തെ ദൈവവിളിയാണ്. ഞങ്ങളൊക്കെ ദൈവവിളി കേട്ട് വന്ന ആൾക്കാരാണ്. ഇപ്പോഴും ഞാൻ ദൈവവിളി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവവിളിയിൽ നിന്ന് ഒരിക്കൽ വിളിച്ച് അച്ഛനാക്കി, ഒരിക്കൽ വിളിച്ച് കന്യാസ്ത്രീയാക്കി, ഒരിക്കൽ വിളിച്ച് കുടുംബജീവിതത്തേക്ക് വിളിച്ചല്ല. ദൈവത്തിൻ്റെ വിളിയെങ്കിൽ വിളി എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. ജീവിതം ക്രമപ്പെടുത്തുവാൻ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. എന്നെ കുരിശോളം വലുതാക്കണമെന്ന് പറയുമ്പോൾ ഈ സാഹിത്യമായിട്ടുള്ള കവിത ഒന്നും അല്ലത്. എന്നെ കർത്താവാക്കണമെന്ന് ഈ പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തിലേക്ക് എന്നെ വളർത്തണമേ, കർത്താവ് കാണിച്ച സ്നേഹത്തിലേക്കും സമർപ്പണത്തിലേക്കും എന്നെ ഉയർത്തണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. എല്ലാവരെയും നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ, എന്നെ കുരിശോളം വലുതാക്കണേ, നിന്റെ സ്നേഹത്തിൻ നിഴലാക്കണേ. ഇപ്പം
കടങ്ങളെല്ലാം ഇപ്പോൾ അർച്ചന ജിമ്മിയുടെ സ്റ്റോറിയല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണേ. അവർ പറഞ്ഞത് ഇതാണ്, എനിക്ക് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അത് ശരിയാ. ഹസ്ബൻഡ് മരിച്ചു, അദ്ദേഹത്തിനായിരുന്നു എല്ലാ ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതും, അദ്ദേഹമാണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോണത്. ആ കണക്ഷൻസ് എല്ലാം പോയി. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഈ കുടുംബം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോയി ഞാനെന്നാണ്. അപ്പോൾ എന്താ ചെയ്തിരിക്കണവർ? അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഇനിയിങ്ങനെ പോകാൻ പറ്റത്തില്ലല്ലോ, സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി. ഇപ്പം നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. ഒരു മത്സ്യം ശ്വാസം എടുക്കാൻ ഓക്സിജൻ വെള്ളത്തിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മൂക്കും കൊണ്ട് മോളി വരും. മോളി അതിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. അന്തരീക്ഷത്തിൽ നിന്ന് ഇങ്ങനെ വലിച്ച് അവസാനം കിട്ടാണ്ട് തളർന്ന് അതങ്ങ് മുങ്ങിച്ചത്തു പോകും. അപ്പോൾ അങ്ങനെ മുങ്ങിച്ചത്തു പോകേണ്ട അവസ്ഥ ഈ അർച്ചന ജിമ്മിക്ക് വരും. ഓക്സിജൻ മോളിലുമില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ വന്നാണ് അവർ പിടിവള്ളി പോലെ ഉടമ്പടി എടുക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വലിയ പ്രാർത്ഥന തന്ന ദൈവപിതാവിന്റെ സ്നേഹത്തിന് നന്ദി പറയുന്നു. എന്തു ചെയ്തും നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടു എന്തു ചെയ്തും നന്ദി ചൊല്ലിടും എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. ഉടമ്പടി എടുത്തോട്ട് ഫസ്റ്റ് റെസ്പോൺസ് എന്താണെന്നറിയാവോ? അതായത് ഇവർക്ക് കിട്ടുന്ന ഫസ്റ്റ് എയ്ഡ്, ഇവർ കാഷ്വാലിറ്റിയില്ല, അപകടം വന്ന് കാഷ്വാലിറ്റിയിലായിപ്പോയി. അവരുടനെ അവർക്ക് കിട്ടുന്ന ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന ഫസ്റ്റ് എയ്ഡ് എന്താണ്? എൻ്റെ ടെൻഷൻ മറന്നുപോയെന്ന് ഞാൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം, വേറെ ഒന്നുമില്ല. ഇത്രയും നാൾ നമ്മളെ ടെൻഷൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവമില്ലേ, അങ്ങനെ ഒരു ഫീലിംഗ് ഇല്ലേ, അതാണല്ല പ്രശ്നം. നമുക്ക് വീടില്ല, അല്ലെ കടമുണ്ട്, കടക്കാർ നമ്മളെ വളയുന്നു, ജപ്തി ചെയ്യാൻ പോകുന്നു, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ മേൽഗതിയില്ല, ഇങ്ങനെ പല പല വിഷയങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കുകയില്ലേ. ടെൻഷൻ അടിക്കുന്ന ആ ടെൻഷൻ തന്നെ പെട്ടെന്ന് വൈപ്പ് ഔട്ടായി പോകും. നമ്മൾ പറയുന്ന കപ്പാസിറ്റിയിലല്ല ഉടമ്പടി പോണത്. ഇത് 11 kV കൂടി അങ്ങനെ പോവുകയാണ് സംഭവം. നമ്മുടെ ഈ കൈവയറിങ് സംഭവമൊന്നുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് അറ്റൊക്കെ ചെയ്യാൻ പറ്റും. നിനക്കെപ്പോഴും പിശാച് നിന്നോട് പറഞ്ഞിരിക്കാമെന്ന് അറിയാമോ? ഞാൻ ഉടമ്പടി എടുത്താലും പിന്നെ ഞാൻ തന്നെ ഇതെല്ലാം ചെയ്യണ്ടേ, ഞാൻ തന്നെ ഇതെല്ലാം അഭിമുഖീകരിക്കണ്ടേ. അപ്പോൾ എന്താ പറയണത്? നീ അഭിമുഖീകരിക്കേണ്ടെന്നാ പറയണത്. എന്താ കാര്യം? നിൻ്റെ മനസ്സിനെ ദൈവം ഉടനെ ദൈവത്തിൻ്റെ മനസ്സ് പോലെയാകും. ദൈവത്തിന് ടെൻഷനിലല്ല, അതാ സംഭവം. നിൻ്റെ മനസ്സിനെ, അതാ അച്ഛനെ ജിമ്മി പറയണത്, എൻ്റെ ടെൻഷൻ പോയെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ മനസ്സ് പോലെയായി, ആന്തരിക അഭിഷേകമായി. ഈ ഉടമ്പടി എനിക്ക് തോന്നിയിരിക്കുന്നത് ഇത് ഏറ്റവും ഇതിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ ഇതിൻ്റെ ഏറ്റവും പ്രസൻ്റായിട്ട് റിസൾട്ട് എന്ന് പറയുന്നത് ഈ ആന്തരിക അഭിഷേകമാണ്. അതായത് നമ്മളുടെ വിഷയങ്ങൾ ദൈവം സെറ്റ് ചെയ്യുന്നവരെ ദൈവം നമ്മളെ സെറ്റ് ചെയ്യും. ആദ്യം എന്താണ്? ടെൻഷൻ അടിക്കാൻ പറ്റാത്തൊരു ഹൃദയം നിനക്ക് തരും. അതാണ് ഞാൻ പുതിയ ഹൃദയം തരും എന്നൊക്കെ പറയണില്ലേ. ജെറമ്യ 36 അല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 25. ഒരുമിച്ച് പാടണം. എസെക്കിയേൽ 11:19 അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും, ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. അവരുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി ഒരു മാംസള ഹൃദയം ഞാൻ കൊടുക്കും. അതായത് പുതിയ ഹൃദയം എന്ന് പറയണത് ഇപ്പം തന്നെ അർച്ചന ജിമ്മിയുടെ ഹൃദയം പുതിയതായി.
എങ്ങനെ പുതിയതായതാണ്? അവർക്ക് അവിടെ ഹസ്ബൻഡ് മരിക്കുമ്പോൾ അതൊക്കെ അറിയാമല്ലോ, ഒരു ജീവിത പങ്കാളി മരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വെയിറ്റേജ് നമുക്ക് ചില ആൾക്കാരുണ്ട്. ഞാനൊരു ദിവസം എൻ്റെ ഇടവകയിൽ ഒരു മരിപ്പ് അറിഞ്ഞാണ് ചെല്ലുന്നത്. അപ്പോൾ എൻ്റെ ഇടവകയിൽ ഇരിക്കുന്ന സമയത്ത് കൈക്കാരനൊന്നും അല്ലെങ്കിലും അദ്ദേഹത്തിന് പള്ളിയോടും എന്നോടും ഒക്കെ ഭയങ്കര കൂറുള്ളൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ചു എന്ന് ഞാൻ എൻ്റെ യാത്രയിൽ അറിഞ്ഞപ്പോൾ ഞാൻ വണ്ടി വളച്ച് തിരിച്ച് നേരെ അദ്ദേഹത്തിൻ്റെ ബോഡി കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആകപ്പാടെ വിഷമിച്ച് പോയി. തൈക്കൽ എന്ന് പറയും, ചേർത്തല പടിഞ്ഞാറ്. അവിടെ 2 പെട്ടിയിലിരിക്കണം. ഞാൻ 2 പെട്ടിയാണ്. എനിക്ക് ഒന്നും മനസ്സിലായില്ല. അപ്പോഴെന്താണ്, അദ്ദേഹം മരിച്ചു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് കണ്ടിട്ട് ഭാര്യ മരിച്ചു അവിടെ വെച്ച്. അതെന്നോട് പറഞ്ഞില്ല. 2 പെട്ടിയും കൂടി കിടക്കുക, ഒരു ടേബിളെ. ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു എനിക്കത്. അപ്പോൾ ചിലർക്കത് താങ്ങാൻ പറ്റത്തില്ല. അർച്ചന ജമ്മിയുടെ അത്തരം ഹൃദയങ്ങളെ കർത്താവ് ചേഞ്ച് ചെയ്യുകയും ഒരു പുതിയ ഹൃദയം എന്താണ്, അതായത് ഈശോയ്ക്ക് എപ്പോഴും പണ്ട് മുതലുള്ള പരിപാടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് എന്താണ് നഷ്ടപ്പെട്ടതോ, ആരെയാണ് നഷ്ടപ്പെട്ടതോ, അതുകൊണ്ട് നിനക്കുണ്ടായ ആഘാതങ്ങളെ ആവിയും പുകയും ഏൽപ്പിക്കാത്ത രീതിയിൽ ദൈവത്തെ വെച്ച് സെറ്റ് ചെയ്യും. അതുകൊണ്ടാണ് കർത്താവാണ് നിൻ്റെ ഭർത്താവ്, ദൈവമായ കർത്താവ് എന്നാണ് അവൻ്റെ പേരെന്നൊക്കെ പറയുന്നത്. കൈയടിച്ച് ശ്രുതികട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യെശയ്യാ 54:5 നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. ഒന്ന് പറഞ്ഞേ, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കും. ഈശോയ്ക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും? അതായത് നിൻ്റെ ജീവിത പങ്കാളി പോയാൽ ആ സ്പേസിൽ അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്ത് നിനക്കുണ്ടായിരുന്നതിനേക്കാൾ ശക്തിയും സപ്പോർട്ടും പിന്തുണയും നൽകിക്കൊണ്ട് ആ സിറ്റുവേഷൻ്റെ ആവിയും പുകയും പൊള്ളലും ഏൽപ്പിക്കാതെ ഐസയ്യാ 43:2 അനുസരിച്ചുകൊണ്ട് വർക്കൗട്ട് ചെയ്യാം. എന്താണ്? അഗ്നിയിലൂടെ നടക്കും, അഗ്നി നിന്നെ വിഴുങ്ങുകയില്ല. വെള്ളത്തിലൂടെ പോകും, വെള്ളം നിന്നെ മുക്കുകയില്ല. കൈയടിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരീക്ഷയിലൂടെ നടക്കുമ്പോൾ അഭിഷേകത്താൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. യെശയ്യാ 43:2 സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോവുകയില്ല എന്നല്ല, കടന്നു പോകും. ദൈവത്തിൻ്റെ പാക്കേജിലുള്ളത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ അഗ്നിയിലൂടെ നടക്കും,
പുഴയിലൂടെ പോകും, സമുദ്രത്തിലൂടെ പോകും. ഇങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകളുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകും. പക്ഷെ കടന്നു പോകുമ്പോഴും എന്താണ്? ദർ ഇസ് എ പാക്കേജ്. അത് കവനൻ്റൽ പാക്കേജാണത്. എന്താണ് അത്? തീ നിന്നെ പൊള്ളിക്കുകയില്ല, തീ നിന്നെ പൊള്ളിക്കുകയില്ല, സമുദ്രം നിന്നെ വിഴുങ്ങുകയില്ല. ദാറ്റ് മീൻസ് ഇങ്ങനെ പൊള്ളലുണ്ടാകുന്ന അനുഭവത്തിലൂടെ കടന്നു പോയാലും നിന്നെ പൊള്ളിക്കാതെ കൊണ്ടുപോകാൻ നിന്റെ കർത്താവ് പ്രാപ്തനാണ്. ശ്രുതികട ഹല്ലേലൂയ. പ്രതികൂല സാഹചര്യങ്ങളിൽ ഞങ്ങളെ നടത്തുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് കൂടെ വരുവാൻ യേശുവുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ നിങ്ങളൊരു ഭാഗം എടുത്ത് വായിച്ചു, കഥ വായിക്കണപ്പോൾ കഥ വായിച്ചു, അത് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുത്തി എവിടെയെങ്കിലും ഭാഗത്ത് വെച്ചു. ഇത് ആർക്ക് പറ്റും? ബൈബിൾ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല. ബൈബിള് ഈ ഭൂമുഖത്ത് മനുഷ്യന് കൊടുക്കുന്ന ഒരു ദൈവാനുഭവത്തിൻ്റെ സാധ്യതയുണ്ട്. അത് നിൻ്റെ അഗ്നി അനുഭവങ്ങളിലും പൊള്ളലനുഭവങ്ങളിൽ പോലും സ്തുതിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം നിനക്ക് തരാൻ പറ്റിയ ദൈവത്തിനോട് അടുത്താണ് നീ, ഒട്ടിയാണ് നീ ബൈബിൾ വായിക്കുമ്പോൾ ഇരിക്കണം എന്നുള്ള ബോധം ഉണ്ടാകണം. ദാനിയേൽ 3:23. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ദാനിയേൽ 3:23. ശദ്രാക്, മെഷാക്, അബ്നെഗോ എന്നീ 3 പേരും ബന്ധിതരായി ജ്വലിക്കുന്ന തീച്ചൂളയിൽ പതിച്ചു. അവർ ദൈവത്തിന് കീർത്തനം ആലപിച്ചുകൊണ്ടും കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും തീജ്വാലകളുടെ മധ്യേ നടന്നു. അതായത് ഈ ദാനിയേലിനെ അവിടുത്തെ നെബൂഖദ്നേസർ രാജാവ് അഗ്നിയെ ഇട്ട് ശിക്ഷിക്കുന്ന ഭാഗമാണ്. പക്ഷെ ദാനിയേൽ എന്നാ ചെയ്തുകൊണ്ടിരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ദാനിയേലെ ദൈവത്തിൻ്റെ പ്രവാചകൻ ദൈവത്തിനെ അല്ലാത്ത വസ്തുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കരുത്, യഹോവയോട് പ്രാർത്ഥിക്കരുതെന്ന് പറയുന്ന സമയത്തും ദാവീദ് കിലോമീറ്റർ അകലെ തൻ്റെ കൂടാരത്തിൽ കിളിവാതിലുണ്ടാക്കി ജെറുസലേമിൻ്റെ ദേവാലയം നോക്കിക്കൊണ്ട് ഒറ്റക്ക് പ്രാർത്ഥിച്ച മനുഷ്യനാണ്. ഈ വെറുതെ ഇങ്ങനെ അഗ്നിയിലൂടെ നടന്നാൽ അഗ്നി വിഴുങ്ങത്തില്ലെന്നല്ല, ദൈവത്താൽ വിഴുങ്ങപ്പെടുന്ന മനുഷ്യരുണ്ട്. ദൈവത്താൽ വിഴുങ്ങിയവനെ അഗ്നി വിഴുങ്ങാൻ പറ്റത്തില്ല. ദൈവത്താൽ വിഴുങ്ങിയവനെ, നമ്മൾ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്താൽ വിഴുങ്ങപ്പെടുന്ന ഒരു പദ്ധതിയാണ്. നിങ്ങൾ രോഗികളെ കാണാൻ പോകുമ്പോൾ ഇറ്റ് ഈസ് ഔട്ട് ഓഫ് ലവ്, ഇൻറ്റൻസീവ് ലവ്. ദൈവത്തോടുള്ള തീവ്രമായ സ്നേഹത്താലാണ് നിങ്ങൾ രോഗികളെ കാണാൻ പോകുന്നത്. ഞാൻ നിങ്ങളെ പറഞ്ഞു, നിങ്ങളെ വീട്ടിൽ രോഗികളുണ്ടെങ്കിലും മറ്റു രോഗികളെ പോയി കാണുന്നത് എന്താണ്? അത് ദൈവത്തോടുള്ള സ്നേഹത്താലാണ്. മഴ കൊണ്ടും മഴ നനഞ്ഞുകൊണ്ടും വെയിൽ കൊണ്ടുമൊക്കെ കൃപാസനം പത്രം പ്രാർത്ഥിച്ചു കൊടുക്കുന്ന ആൾക്കാർ ചെയ്യുന്ന ഒരു തീഷ്ണതയുണ്ട്. അവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തീഷ്ണതയാൽ വിഴുങ്ങുന്നു. ഏലിയ, വാട്ട് യു ആർ ഡൂയിങ് ഹിയർ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ മുമ്പിൽ ദൈവം അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണത്. ഏലിയ എന്താണ് ചെയ്യണ? ഗുഹയ്ക്കുള്ളിൽ ഇരുന്നുകൊണ്ടാണെന്ന് ദൈവത്തിന് അറിയാം. അവൻ തീഷ്ണതയുള്ളവനാണ്. പക്ഷെ തീഷ്ണതയുള്ളവൻ്റെ വായിൽ നിന്ന് അത് കേൾക്കാൻ ദൈവം കൊതിക്കുന്നു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? രാജാക്കന്മാർ 19. ശ്രുതികട ഹല്ലേലൂയ. 19. ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതായത് തീഷ്ണതയാൽ ജ്വലിക്കുന്നു. ഏലിയാൻ്റെ കാലം കഴിയുമ്പോൾ കർത്താവും ദേവാലയം ശുദ്ധീകരിക്കാനുള്ള കാരണം എന്താണ്? അവൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിയിരിക്കുന്നു. Take the word of God. ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന
69 സങ്കീർത്തനം 9 തിരുവചനം. 69 സങ്കീർത്തനം 69 9 അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു. എന്ന് പറഞ്ഞ അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിയിരിക്കുന്നു. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള തീക്ഷ്ണതയാണ് ദൈവത്തിന്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത. അതാ സങ്കീർത്തനം പറയണത്, കർത്താവേ അങ്ങയുടെ ആലയത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് നിറഞ്ഞു. ശരിയായി സംയോജിപ്പിച്ചിരിക്കുന്ന നഗരമായ ജെറുസലേമേ, നിന്നെക്കുറിച്ച് ഓർത്തപ്പോൾ തന്നെ എൻ്റെ കാലുകൾ നിന്റെ പടിവാതിൽക്കൽ ഊന്നിയിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. വായിച്ചോളൂ. 122 സങ്കീർത്തനം. കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം. പറഞ്ഞേ കർത്താവിന്റെ ആലയത്തിലേക്ക് നമുക്ക് പോകാം. അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ജെറുസലേമേ, ഇതാ ഞങ്ങൾ നിന്റെ കവാടത്തിനുള്ളിൽ എത്തിയിരിക്കുന്നു. നന്നായി പണിതിണക്കിയ നഗരമാണ് ജെറുസലേം. അതിലേക്ക് ഗോത്രങ്ങൾ വരുന്നു. കർത്താവിന്റെ ഗോത്രങ്ങൾ ഇസ്രായേലിനോട് കൽപ്പിച്ചതുപോലെ കർത്താവിന്റെ നാമത്തിന് കൃതജ്ഞതയർപ്പിക്കാൻ അവർ വരുന്നു. അവിടെ ന്യായാസനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ദാവീദിന്റെ ഭവനത്തിന്റെ ന്യായാസനങ്ങൾ. ജെറുസലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. എന്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്റെ സ്നേഹനായകനേ, നീ വന്നു വാഴണേ. എന്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിത്യ സ്നേഹമായ നീ വന്നു വാഴണേ. മക്കളെ, എല്ലാ സങ്കടങ്ങളെയും, നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും, എല്ലാ ഉത്കണ്ഠകളെയും അതിജീവിക്കാനുള്ള ഒരു മറുമരുന്നാണ് എന്താണ്? ദൈവത്തിൻ്റെ സന്നിധാനം. എന്താണ്? കർത്താവിൻ്റെ ആലയത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് ഐശ്വര്യം പ്രാപിക്കട്ടെ. എന്തൊരു സന്തോഷമാണ്, എന്തൊരു ദൈവസ്നേഹമാണ്. അതായത് ജെറുസലേം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. കർത്താവിൻ്റെ ആലയത്തിലേക്ക് ഞങ്ങൾ പോകാം എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സ് അവിടെ എത്തിയതുപോലെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സങ്കീർത്തകൻ്റെ സന്തോഷം ഭയങ്കരമാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തെക്കുറിച്ചുള്ള ഉടമ്പടി ചെയ്യുമ്പോൾ, നിങ്ങൾ ചെയ്യണ മുമ്പ് തന്നെ ഈ ഒരു സ്നേഹത്തിൻ്റെ തലങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ബോധമുണ്ടാകണം. അല്ലെങ്കിൽ അവിടെ എങ്ങോട്ട് ആലപ്പുഴ പോകാം, അവിടെ ഒരു മാതാവുണ്ട്, അവിടെ കൊണ്ട് അപേക്ഷ എഴുതിയിട്ടാൽ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിരിക്കണല്ലേ. അങ്ങനെ കുറേ കാണ്ടാമൃഗങ്ങൾ വന്നിട്ടുണ്ട്. അതല്ല സംഭവം. നിങ്ങൾ ദൈവം സ്നേഹിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ജന്മത്തിൽ, ഈ ആയുസ്സിൽ വിളിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടോ, നിങ്ങളുടെ കുടുംബത്തിൽ മക്കളെ കഞ്ചാവിന് അടിമയായോ, അതൊന്നുമല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? അതൊരു പ്രശ്നമേ അല്ല. അതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് ഈ മണ്ണിൽ മാറിയ ചരിത്രമാണ് കൃപാസനത്തിൻ്റെ ചരിത്രം. അതല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ പ്രശ്നം എന്താണ്? ദൈവത്തെ സ്നേഹിക്കാനുള്ള വിളി ലഭിച്ചിട്ട് ആ വിളി മനസ്സിലാക്കാത്ത പോലെയല്ലേ നമ്മുടെ പ്രശ്നം. ഇപ്പോഴെന്താ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത്? ഈ കവനൻ്റിലൂടെ, ഈ ഉടമ്പടിയിലൂടെ എൻ്റെ പൈതലെ, നീ ഇപ്പോൾ നിൻ്റെ ദൈവമായിട്ട് നിരപ്പാകാൻ പോകുന്നു. നീ ദൈവമായിട്ട് ധാരണയാകാൻ പോകുന്നു. നിന്റെ ദൈവത്തെ സ്നേഹിക്കാനുള്ള അവസരം നീ തിരിച്ചറിയുന്നു. അവസരം സ്നേഹിച്ചുകൊണ്ട് നീ തീക്ഷ്ണതയായി ജ്വലിച്ചുകൊണ്ട് നീ ദൈവത്താൽ വിഴുങ്ങപ്പെടാൻ പോകുന്നു. മറ്റു ആരും നിന്നെ വിഴുങ്ങാൻ പറ്റാത്ത രീതിയിൽ ദൈവത്താൽ വിഴുങ്ങപ്പെടാൻ വേണ്ടി ദൈവം ഒരു സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു. ദാറ്റ് ഈസ് കവനന്റ്. അതാണ് ഉടമ്പടി. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ ജ്വലിക്കുന്നവരായി നിനക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ചെയ്യണമേ. ജീവിതം ധന്യമായി
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കാൻ ആ സ്നേഹത്തിൻ്റെ തിഷ ജ്വലിച്ചുകൊണ്ട് നിന്റെ സത്യസന്ധത വെളിവാക്കിക്കൊണ്ട് ദൈവത്തെ ഈ ലോകത്തെ ജയിക്കാൻ ദൈവത്തിൻ്റെ സ്വർഗീയ സംവിധാനമാണ് ഉടമ്പടി. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഉടനടി പരിഹാരമേകും ഉടമ്പടി പ്രാർത്ഥന. ഉടനടി പരിഹാരമേകും അവൻ പറയുന്നത് ചെയ്യും.